ഒരു പുരോഹിതന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് തെറ്റാണ്. എന്റെ സാറ് ഇതൊക്കെ വലിയ തെറ്റാണോ? ആണോ? അതിനോട് പ്രതികരിക്കേണ്ടത് വിവരദോഷി എന്ന് വിളിച്ചാണോ? ബഹുമാന്യനായ എനിക്കറിയാൻ തന്നെയാണ് ചോദിക്കുന്നത്. എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? 19 ഇപ്പൊ ഞാൻ പറയുന്നതാണോ? പാർട്ടി സെക്രട്ടറി അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മനുഷ്യനല്ലേ? സിരിമേനി അദ്ദേഹം ക്രിസംഖ്യയായോ? ക്രിസംഖ്യ എന്ന് ഞങ്ങൾ പറഞ്ഞോ? അല്ല, ആ ചാപ്പയ്ക്കുള്ള സമയം ചോദിക്കാം. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലംകുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല സർ. സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ, ഈ ചാപ്പയടിച്ചു കൊടുക്കലാണല്ലോ നിങ്ങളുടെ പണി. അതെന്റെ പൗരധർമ്മമാണല്ലോ. നിങ്ങളുടെ പണി അല്ല. ഓ, ഞങ്ങളുടെ പണി തീരുമാനിക്കും നിങ്ങളാണോ? ഞങ്ങളുടെ പണി അങ്ങനെ. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അടിച്ചു തരണോ ആശ്മി? എന്തൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്? നിങ്ങൾ ഔദാര്യം പറയല്ലേ? ഔദാര്യം പറയല്ലേ? ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താനെന്നെ കയറി പ്രേമിക്കാനൊന്നും പറയണ്ട. ഔദാര്യം പറയല്ലേ? ചാപ്പയടിച്ച് കിട്ടിയിട്ടുള്ളതാ പറയുന്നേ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. പണ്ട് സാർ നിങ്ങളുടെ ഒരു സൈബർ ആചാര്യനുണ്ട്. അയാൾ പണ്ട് കോൺഗ്രസിലായിരുന്നു, ഇന്നിപ്പോ CPM-ലാണ്. നാളെ അയാൾ വേണമെങ്കിൽ BJP-യിലേക്ക് വന്ന ആചാര്യൻ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞാൻ ഒരു വിയോജിപ്പ് പറഞ്ഞതിന് എന്താണ് ആയുധ പരിശീലനം കിട്ടിയ NDF-ആണെന്ന് അറിയോ വസീഫെ? ചാപ്പ കിട്ടിയിട്ടുണ്ട്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ആശ്മിയുടെ ആചാരനായിരിക്കും. താങ്കളുടെ ആചാരനാ, താങ്കളുടെ സൈബർ ആചാരനാ, താങ്കളുടെ പാർട്ടിയുടെ സൈബർ ആചാരനാ. ഇനി നീ എങ്ങാനും ഒരുത്തൻ തള്ളി പറഞ്ഞു ഇതുവരെ. എന്റെ ആചാരം അതുകൊണ്ട് ചാപ്പയുടെ പറയല്ലേ? അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ചാപ്പയുടെ പറയല്ലേ? വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ, പിള്ളാരല്ലേ. നീ ഇങ്ങോട്ടും പറയണ്ട. നിന്റെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം, ഞങ്ങളുടെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം. ഭാഷ മാറിയുണ്ടോ? നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അത് നീ വേറെ ആരോടോ പറഞ്ഞാൽ മതി. ഭാഷ മാറിയത് കൊണ്ടോ? അത് ഞങ്ങളോട് പറയണ്ട സാറേ. ഭാഷ മാറിയത് കൊണ്ടോ? സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വിക ആചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. സാർ, നീ എന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി വസീഫെ. നീ എന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പോയി വിളിച്ചാൽ മതി. നീ എന്തുടക്കീടോടാ ആണല്ലേ? അത് ഞാൻ വീട്ടിൽ പോയി വിളിക്കണം. ആശ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആശ്മിയുടെ വീട്ടിൽ വിളിക്കും. ആശ്മി എന്റെ മുമ്പ് പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. നിങ്ങൾ ആരെയാ പുച്ഛിക്കുന്നത്? ആശ്മി, നിങ്ങളൊരു അവതാരകനല്ലേ? മാന്യത വേണം അല്പമെങ്കിലും. അങ്ങയുടെ ഭാഷ, ഒരു വൈദികനെ വിവരദോഷി എന്ന് വിളിക്കുന്നത് കേട്ട് പഠിച്ച അങ്ങയുടെ ഭാഷ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. അങ്ങേക്ക് താങ്കളെ നീ എന്ന് വിളിക്കും, ഒരു തർക്കവും ഇല്ല. വേണേ തെറിയും വിളിക്കും, തർക്കമില്ല അല്ലേ? സമ്പൂർണ്ണ ചാച്ചരട ബന്ദർക്ക ബച്ചേ. ചാപ്പയടിച്ചു കൊടുക്കൽ ശീലമാക്കിയ ആളുകൾ സൈബർ സ്പേസിലുണ്ട് വസീഫെ. നിങ്ങൾ അവരെ തള്ളിപ്പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം. വസീഫെ, ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കല്ലേ? ഞങ്ങളുടെ മാന്യതയാ. ഉത്തരം കുത്തുമ്പോ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കല്ലേ? ഭൂമിയിൽ എത്രയോ ഇടിമിന്നൽ വേസ്റ്റ് ആയി പോണു. ഒരെണ്ണം തലയിൽ വീഴ്ത്തിയിരുന്നെങ്കിൽ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. പോടാ.